ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടു കാണും. ഇതാണ് സാംസങ്ങിൻ്റെ ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ മാറ്റുന്ന വീഡിയോ ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇതിന് ഫുള്ള് ഉള്ളിൽ വെള്ളം കയറിയിട്ട് ആകെ സബ് ബോർഡും മെയിൻ ബോർഡും എല്ലാം ഫംഗസ് കയറിയിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പതുക്കെ ഇത് അയച്ചെടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓവറായിട്ടിട്ട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പ് സൈഡിലാണ് വരുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് സേഫായിട്ട് വേണം അയക്കാൻ, ഇല്ലെങ്കിൽ കട്ടായിപ്പോവും. എനിക്ക് ഇഷ്ടം പോലെ കട്ടായി പോയിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പ്. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് വേണം. ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേനും നമ്മൾ അവിടെ നിർത്തണം. ആ സ്ഥലം വരുമ്പോഴത്തേനും അവിടെ വരെ ഓപ്പൺ ചെയ്താൽ മതി നമ്മൾ. ഓക്കെ, പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് ഹീറ്റ് കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗമ്മൊന്നും മെൽറ്റ് ആകാനായിട്ട് ശകല ഹീറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ പതുക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. ഇപ്പോൾ ഫുൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ വർക്കിപ്പോൾ വരുന്നുണ്ട്. ചാർജിങ് ഇതൊക്കെ ആയിട്ട് കുറേ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല, അത് വേറെ കാര്യം. എന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തിടുന്നുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഒരു ഇതുണ്ട്, നമ്മുടെ വീഡിയോ ഉണ്ട്, ആർക്കെങ്കിലും ഒരു ഭാരം ഉണ്ടാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് വിട് നമ്മൾ ബാക്ക് ഡോർ പതുക്കെ ഇങ്ങനെ അയച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ബാക്ക് ഡോർ അയച്ചെടുത്ത് അതിൻ്റെ അകത്ത് മൊത്തം ഗമ്മൊട്ടി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവറിങ് എടുത്തിട്ടുണ്ട്. ഞാൻ പുതിയത് മേടിച്ച സ്ക്രൂ ഡ്രൈവറാണ്. ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഇരുന്നത്. ഞാൻ പുതിയത് മേടിച്ച സ്ക്രൂ ഡ്രൈവറാണിത്. സംഭവം സെറ്റാണ്. അപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അതൊക്കെ സ്ക്രൂ എല്ലാം റിമൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ സ്ക്രൂകൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പം പതുക്കെ ഒന്ന് സൈഡിൽ നിന്ന് ഒന്ന് തിക്കി കൊടുക്കുകയാണ് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ തിക്കി കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ നഖം ഒടിയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, എൻ്റെ നഖം അങ്ങനെ ഇഷ്ടംപോലെ ഒടിഞ്ഞിട്ടുമുണ്ട്. അപ്പം നിങ്ങളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഓപ്പണർ കിട്ടും, അത് മേടിച്ച് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ആരെങ്കിലും അങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മേടിച്ച് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. നമുക്ക് നഖം തന്നെ ശരണം. നമ്മളെപ്പോഴും നഖം വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. നമുക്ക് ഡിസ്പ്ലേ മാറുന്ന പരിപാടികളിലോട്ട് കിടക്കാം. ഫുള്ള് ഫംഗസാണ്, നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടെ ആകുമ്പോഴത്തേനും ഒരു ഇതായിരിക്കും. കണ്ടോ, ഫുള്ള് ഫംഗസാണ്. CCയുടെ അകത്തും എല്ലാം ഫംഗസാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻറ്റിന വേറെ കുറച്ച് സീനാണ്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിക്കാൻ നോക്കിയാൽ പറ്റിയില്ല. അപ്പം നമ്മൾ ട്യൂസർ എടുത്തിട്ട് അതൊക്കെ കുത്തിപ്പോക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ കുത്തിപ്പോക്കുമ്പോഴത്തേനും ആൻറ്റിന വേറിൻ്റെ കൂടെ കണക്ടറും കൂടെ അങ്ങ് പോരും. അതുകൊണ്ട് അത് സൂക്ഷിച്ചങ്ങ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ സബ് ബോർഡിൻ്റെ അകത്തൊരു സ്ക്രൂ ഉണ്ടായിരുന്നു, അതും വലിച്ചൂരി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയും കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇത് സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കിയിട്ട് വരാം. പുതിയ ഡിസ്പ്ലേ. ഓക്കെ, അപ്പം നമ്മൾ പുതിയ ഡിസ്പ്ലേ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓണാവൂ സിസേ. എൻ്റെ ബാക്ക് ഡോറിനോട് അറ്റാച്ച് ആയിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ ബാക്ക് ഡോർ വെച്ച് നമ്മൾ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഷോർട്ട് ചെയ്യണം. നമ്മുടെ ബാക്ക് ഡോർ വെച്ച് തന്നെ ഓണാക്കിയിട്ടുണ്ട്. സംഭവം ഓണായിട്ടുണ്ട് ഗായ്സ്. മറുപുറീൻ്റെ ഡിസ്പ്ലേ ആണ്, പ്രശ്നമൊന്നുമില്ല, ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെ.
പക്ഷേ എന്ത് വന്നാലും ഒറിജിനൽ ആ ഒരു ഫീൽ കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഡിസ്പ്ലേ ഓണാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ടെക്പരമായ കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫോൺ റിപ്പയറിങ്ങിൻ്റെ കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവുകയാണ്. എല്ലാം ഓക്കെയാണ്, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിസ്പ്ലേ ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ തന്നെ അങ്ങ് മാറാൻ പോവുകയാണ്. ഓക്കെ, 2-3 ഡിസ്പ്ലേ എടുത്തിട്ട് ഈ ഡിസ്പ്ലേ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. 2-3 ഡിസ്പ്ലേ എടുത്ത് ചെക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് ഇച്ചിരിയെങ്കിലും ക്വാളിറ്റി ആയിട്ട് തോന്നുന്ന ഈ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടാണ് ഇത് തന്നെ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഗമ്മ ഇടുന്ന പരിപാടിയാണ് ഗൈസ്. ഓക്കെ, ഡിസ്പ്ലേക്കകത്ത് ഗമ്മ വെക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ഗമ്മ വെക്കാം. ഒരു മൂലയ്ക്ക് അങ്ങ് വെച്ച് തുടങ്ങാം. ഇത് ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, സെൻറ്ററിലൊക്കെ കൊണ്ട് ഗമ്മിട്ട് വെക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ആൾക്കാർ ടെക്നീഷ്യൻ തുറക്കാൻ നോക്കുമ്പോഴത്തേനും വൻ കഷ്ടപ്പാട് വിടും. 4 മൂലയ്ക്ക് ഗമ്മ് വെച്ചാൽ മതി. അതിൻ്റെ തന്നെ ആവശ്യമില്ല, ഒരു ശകലിച്ച വെച്ചാൽ മതി ഗമ്മ്. ഓക്കെ, ഇത് സെൻട്രലിലൊക്കെ കൊണ്ട് എന്ത് കാര്യത്തിനാണ് വെക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് തന്നെ 2-3 ഫോൺ വിട്ടിട്ടുണ്ട് സെൻട്രലിലൊക്കെ കൊണ്ട് ഗമ്മ് വെച്ചിട്ടിട്ടേക്കും. അത് ഭയങ്കര ശോകമാണ് ഗൈസ്. അപ്പം നമ്മൾ അത് അയച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രെയിം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു തൊല്ലയുണ്ട്. അതൊരു വല്ലാത്ത കഷ്ടപ്പാടാണ് കേട്ടോ. അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 4 മൂലയ്ക്ക് മാത്രം ഗമ്മ് വെക്കുക. ഓക്കെ, സീറ്റിംഗ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതുകൊണ്ടൊന്നും സീറ്റിംഗ് ആരും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന് കേടാണ് വരുന്നത്, ഡിസ്പ്ലേക്കും കേടാണ് വരുന്നത്. എത്ര രൂപ കൊടുത്തിട്ടായിരിക്കും ഒരാൾ ഒരു ഫോൺ മേടിക്കുന്നത്. അതിന് നമ്മൾ കിട്ടുമ്പോഴത്തേനും അതിൻ്റേതായ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഗമ്മ് വെച്ചിട്ടുണ്ട്. 4 മൂലയ്ക്ക് മാത്രമേ നമ്മൾ ഗമ്മ് വെക്കത്തുള്ളൂ. ഗമ്മ് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഡിസ്പ്ലേ അങ്ങ് എടുത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഉള്ളിലോട്ട് കണക്ടർ കയറുന്നില്ല, അതാണ് പ്രശ്നം. അത് കുറച്ച് ടാസ്ക്കാണ്. ഈ MOLED ഉള്ള ഫോണിൽ LCD വെക്കുമ്പോഴത്തേനും ആ സ്ട്രിപ്പിൻ്റെ കാര്യമാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും വെച്ച് കണക്ട് ചെയ്യണം. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്, ഇനി സ്ട്രിപ്പ് വെക്കുമ്പോൾ ഉള്ള പെടാപ്പാട് നമുക്ക് അറിയത്തുള്ളൂ. ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഡിസ്പ്ലേയിൽ സ്ട്രിപ്പ് ഇതുണ്ടാവും, കുടുങ്ങുന്നില്ല സാധനം. ആ സ്ട്രിപ്പ് അങ്ങോട്ട് കുടുങ്ങുന്നില്ല, ഇതാണ് കുഴപ്പം. അതാണെങ്കിൽ ആ അടിയിലത്തെ ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പാണെങ്കിൽ അവിടെ ഇരിക്കുന്നുമില്ല. അപ്പം നമ്മൾ അവൻ്റെ അടിയിൽ ശകലം ഗമ്മ് വെച്ച് ഒട്ടിച്ചിട്ട് അവിടെ ഒന്ന് ഫിക്സാക്കി ഇരുത്തുകയാണ് കേട്ടോ. ഡിസ്പ്ലേൻ്റെ സ്ട്രിപ്പ് അവിടെ ഒന്ന് ഫിക്സാക്കി ഇരുത്തുകയാണ്. അവിടെ ഓൾറെഡി ഗമ്മ ഉണ്ടായിരുന്നു. നമ്മൾ മറ്റേ ഡിസ്പ്ലേ അയച്ചപ്പോഴത്തേനും അതങ്ങ് പോയി, ആ ഗമ്മിൻ്റെ അടുത്ത് അങ്ങ് പോയി ആണ് കാര്യമെന്ന് പറഞ്ഞേ. അപ്പം നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്ട്രിപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി എല്ലാം പഴയ പോലെ തന്നെ പാക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫോണിൻ്റെ വരുന്നത്. ഫോൺ നല്ല സെറ്റ് കുത്തപ്പനായിട്ടുണ്ട്. ഓക്കെ, പുത്തൻ ഫോൺ പോലെ ആയിട്ടുണ്ട്. അത് നമ്മുടെ കൈ കിട്ടി എങ്ങനെയാണെന്ന് പുത്തൻ ഫോൺ പോലെ ആക്കിയാൽ. ഓക്കെ, ഇപ്പോൾ പുത്തൻ ഫോൺ പോലെ ആക്കിയിട്ടുണ്ട്. ബാക്കിൽ തന്നെ സിം ഡ്രൈവ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.